മൈ ഡിയർ ഫ്രണ്ട്സ്, വൈശാഖ മാസാചരണം അതിൻ്റെ ഫലം മാനസിക സൗഖ്യം ആണ്. മനുഷ്യനായി കാണുന്ന ഒരു ചിന്തയിലൂടെ വളർന്നു വന്നതാണ് ഭാരതീയ വിശ്വാസം. അപ്പോൾ അതിന് ചെയ്യേണ്ടുന്ന മാർഗങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് മനുഷ്യൻ കൂടുതലും വ്യത്യസ്തനാകുന്നതും. കിട്ടുന്ന അവസരങ്ങളെയൊക്കെ സ്വീകരിച്ച് പ്രതിബന്ധങ്ങളെ തട്ടിത്തെറിപ്പിച്ച് ആധ്യാത്മികതയുടെ ഉയർന്ന ചിന്താമണ്ഡലം ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്ന മനുഷ്യന് അവൻ്റെ ശാരീരിക മനോബലത്തിന് വിശ്വാസത്തിന് മേൻപൊടി ചേർത്ത് ആസ്വദിക്കുകയാണ് ലക്ഷ്യമെന്ന് കരുതുകയാണ്. അതിനെന്താ ചെയ്യേണ്ടത്? അയാൾ പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും ചുറ്റുപാടുകളെയും ഒക്കെ കോർത്തിണക്കി സ്നേഹിച്ചും വിശ്വസിച്ചും ആദരിച്ചും കഴിയുന്നു. മനുഷ്യജീവിതം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനും പ്രപഞ്ചശക്തിയും കൂടി ചേർന്നതാണല്ലോ. ആധ്യാത്മിക ശക്തി ആധ്യാത്മിക സമ്പന്നത ഉണ്ടാക്കുകയാണ്. ഇത്തരം സമ്പന്നത വേണമെങ്കിൽ ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾ ആത്മസമർപ്പണം ചെയ്യണം. ഈ ഈശ്വരകൃപ ഒരു കാറ്റായിട്ട് നമ്മുടെ ചുറ്റിലും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കെ നമുക്ക് കുളിർമ നൽകുകയും ചെയ്യുന്നു. അത് മനസ്സിലാകണമെങ്കിൽ കാറ്റിനനുസരിച്ച് നീങ്ങാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം. മറ്റുള്ളവർ പറയുമ്പോൾ അതനുസരിച്ച് ചിന്തിച്ച് നമ്മൾ മുന്നേറുകയും വേണം. മലയാള മാസങ്ങളായ ചിങ്ങം മുതൽ നോക്കിയാൽ ചിങ്ങം ഓണവെയിലും സമൃദ്ധമായ വിളവെടുപ്പും എവിടെയും ഒരു ആഹ്ലാദമാണ് നമ്മൾ കാണുന്നത്. പിന്നീടുള്ള 10 മാസങ്ങളിൽ വ്രതാനുഷ്ഠാനം, ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് മാസങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് വരുന്ന അവസാന മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത്. കർക്കിടകത്തിൽ എന്താണ്? മഴ, വറുതി, ദാരിദ്ര്യം, അതേപോലെ തന്നെ നമുക്ക് പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു ആശങ്കയോടാണ് കർക്കിടകത്തെ നോക്കിക്കാണുന്നത്. ഇത്തരം പ്രകൃതി കാര്യങ്ങളൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എങ്കിൽ തന്നെയും ശ്രീരാമചന്ദ്ര ചരിതം അവിടെ ഈ പ്രപഞ്ചശക്തിയിലായിട്ട് നമുക്ക് തരുന്നുണ്ട്. ഒരു പരിധി വരെ നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുന്നുണ്ട്. ജീവിതത്തിൽ ഭക്ഷണക്രമവും വ്യായാമത്തിൻ്റെ പ്രസക്തി, ആത്മശുദ്ധി ഇവയുടെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ച് ഉപനിഷാദി ഗ്രന്ഥങ്ങളിൽ കൂടി നാം മനസ്സിലാക്കുന്നുണ്ട്. ഉത്തരായന കാലം തുടങ്ങി പിന്നീട് മേടപ്പുലരി നമ്മൾ കണി കണ്ടു ഉണരുകയാണ്. രാവും പകലും തുല്യ അളവിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു ദിവസം, തുല്യതയാണ്. അവിടെ സമത്വം വിളിച്ചോതുകയാണ് ചെയ്യുന്നത്. പൂത്തുലഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളും ഫലവും ഒക്കെ നമ്മൾ കണ്ടു. വിത്തുകൾ പാകുന്ന ഞാറ്റുവേലയും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ വിതച്ച വിത്തുകളൊക്കെ മുള പൊട്ടി വരുന്നുണ്ട്. പ്രകൃതി രമണീയമായ വൈശാഖ മാസം. ഈ മാസമാണ് പ്രപഞ്ചനാഥനായ ഭഗവാൻ മാധവൻ ഐശ്വര്യദായിയായ ലക്ഷ്മി ദേവിയുമായി ഭൂമിയിലെ മനുഷ്യരെ കാണാൻ വരുന്നത്. മേടത്തിലെ അമാവാസി മുതൽ ഇടവത്തിലെ അമാവാസി വരെയാണ് വൈശാഖ മാസം. മാധവൻ്റെ ഇഷ്ടമായ മാസമാണ്. അതുകൊണ്ട് മാധവ മാസം എന്നുകൂടി അറിയപ്പെടുന്നു. വിഷുപ്പുലരിയിൽ വിത്തിട്ടതിൻ്റെ ബാക്കി ധാന്യങ്ങളും കിഴങ്ങ്, പച്ചക്കറിയൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് വലിയ പട്ടിണിയൊന്നുമില്ല. മേടത്തിലെ ചന്നം ഭിന്നം മഴയും മാറി. അങ്ങനെ ഒരു നല്ല കാലാവസ്ഥയുള്ളൊരു മാസമാണ്. പിന്നീട് നമ്മുടെ പുണ്യനദി ഗംഗ, യമുന, സരസ്വതി, നർമ്മദ, ഗോദാവരി, കൃഷ്ണ, കാവേരി ഇവയെല്ലാം സംഗമിക്കുന്നു എന്നാണ് പറയുന്നത് ഈ മാസത്തിൽ. അതുകൊണ്ട് ജലാശയങ്ങൾ പുണ്യ ജലാശയങ്ങളായി മാറി. നമ്മുടെ മുറ്റത്തുള്ള കിണറിൽ പോലും ഔഷധ ഗുണമുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഈ മാസം സ്ത്രീകളുടെ ആധ്യാത്മിക സങ്കല്പത്തിന് ശക്തി കൂടുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ബ്രഹ്മമുഹൂർത്തം, അതായത് 3 മണി തൊട്ട് 5 മണി വരെയുള്ള സമയത്ത് ആത്മീയ ശക്തി ഉണരുന്നു. ദൈവിക ഊർജവും ഈ സമയം ധ്യാനിക്കുന്നവരിലേക്ക് എത്തുന്നു എന്നാണ് നമ്മളുടെ വിശ്വാസം. ഭാരതീയരുടെ ഇടയിൽ ഇതൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ ബുദ്ധിശക്തിയും കോൺസെൻട്രേഷൻ പവർ, അതായത് ശ്രദ്ധാശക്തി, വൈകാരിക ബാലൻസിങ്,
പിന്നെ ഇവയൊക്കെയുള്ള പ്രവർത്തനം മൂലം നമ്മളിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസ്, ആത്മീയ സാധന ഉണർന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണിത്. ഈ സമയത്ത് ഉണർന്ന് വെള്ളത്തിൻ്റെ ചെറിയ തണുപ്പിലും ഔഷധമൂല്യമുള്ള വെള്ളത്തിൽ തലയിൽ എണ്ണ തേക്കാതെ വൈശാഖ സ്നാന മന്ത്രം ജപിച്ച് കുളിച്ചാൽ ആരോഗ്യവും ഉന്മേഷവും ഉണ്ടാകുമെന്നാണ് വിശ്വാസവും ഈ വൈശാഖ മാസത്തിൻ്റെ പ്രത്യേകതയും. കുളി കഴിഞ്ഞ് അഷ്ടാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ഇവയൊക്കെ ജപിച്ച് തുളസിക്ക് നീര് കൊടുത്ത് ക്ഷേത്ര ദർശനവും കൂടി കഴിയുമ്പോൾ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. പുണ്യനദിയായ ഗംഗയെപ്പോലെ നമുക്കും പുണ്യം ലഭിക്കുന്നു എന്നാണ് ആളുകളുടെ ആത്മീയ വിശ്വാസം. ഈ വിശ്വാസം വൈശാഖ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നീട് നമ്മൾ അമ്പലത്തിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്. വിഷ്ണു ലോകത്ത് അനന്തനെ മെത്തയാക്കി പാദത്തെങ്കിൽ ലക്ഷ്മി ദേവി വിരാജിക്കുന്ന ആ രൂപം സ്വന്തം കാഴ്ചയ്ക്കുള്ളിൽ ശക്തിവിശേഷമായി കാണുന്ന ദിനങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ വ്രതമനുഷ്ഠിച്ചും ഭക്ഷണകാര്യങ്ങൾ ക്രമീകരണം നടത്തിയും വിഷ്ണു സഹസ്രനാമം ജപിച്ചും ഭാഗവതം പാരായണം ചെയ്തും ദിവസങ്ങൾ കഴിച്ചു കൂട്ടുമ്പോൾ മാനസിക ശാരീരിക സൗഖ്യം നമുക്ക് കിട്ടും. കൂടാതെ തൊട്ടടുത്ത് വരുന്ന കർക്കിടക മാസത്തിലെ മഴയും വറുതിയും നിരാശാബോധവും സാമ്പത്തിക ഞെരുക്കവും നേരിടാനുള്ള ശക്തി ലഭിക്കുമെന്നുള്ളതും സത്യം തന്നെയാണ്. ഈ മാസത്തിൽ സത്യം, ശുദ്ധി, ദാനം, തപസ് ഇവയ്ക്കൊക്കെ പ്രാധാന്യമുണ്ട്. സത്യം പറയുകയും പ്രവർത്തിക്കുകയും ശരീരവും മനസ്സും ശുദ്ധിയാക്കിയത് സ്നാനവും സത്സംഗവും, പുരാണപാരായണം, ധാർമ്മിക മൂല്യങ്ങൾ, ദാനം ഇവ സഹജീവികൾക്ക് നൽകി വ്രതാനുഷ്ഠാനത്തിലൂടെ തപസ്സാക്കി മാറ്റിയത് ജീവിതചര്യയാണ്. ഈ സമയത്ത് അതിഥി ദേവോ ഭവ എന്നതാണ് ഈ മാസത്തിലെ പ്രധാന ചിന്തയും പ്രവൃത്തിയും. സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരണങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. സർവവിദ്യകളിൽ ശ്രേഷ്ഠം വേദം, മന്ത്രങ്ങളിൽ പ്രണവം, വൃക്ഷങ്ങളിൽ കൽപ്പവൃക്ഷം, നദികളിൽ ഗംഗ, രത്നത്തിൽ കൗസ്തുഭം. ഇതുപോലെ മാസങ്ങളിൽ ശ്രേഷ്ഠം വൈശാഖം. ഈ മാസത്തിൽ ശിവപുത്രനായ സുബ്രഹ്മണ്യന് പ്രാധാന്യം തമിഴ്നാട്ടിലൊക്കെ കൊടുക്കുന്നുണ്ട്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാമത്തെ തിഥിയാണ് അക്ഷര തൃതീയ എന്ന് പറയുന്നത്. ഈ നാളിൽ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ശ്രേഷ്ഠമാണ്. പരശുരാമൻ, ബലഭദ്രൻ എന്നിവരും അന്നപൂർണേശ്വരിയുടെ അവതാരവും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്നതുമായ ദിവസമാണിത്. ഈ ദിവസത്തിലാണ് ഭഗീരഥ മുനി ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതെന്നും വിഷ്ണുപൂജ നടത്തണമെന്നൊക്കെ ധാരാളം വിവരണങ്ങൾ വിഷ്ണുധർമ്മസൂത്രത്തിലും മത്സ്യപുരാണത്തിലും നാരദീയ പുരാണത്തിലുമൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹൻ മനുഷ്യസിംഹത്തിൻ്റെ രൂപത്തിൽ അവതരിച്ചതും ഈ വൈശാഖ മാസത്തിലെ 14-ാം ദിവസമാണ്. വിഷ്ണുവിൻ്റെ കൂർമ്മ അവതാരവും ഈ വൈശാഖ മാസത്തിലാണ്. ഇതിനിടയിലുള്ള പൗർണമി ബുദ്ധ പൗർണമിയായി നമ്മൾ ആചരിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ജനിക്കുന്നവൻ അതീവ തീക്ഷ്ണാശാലിയും ബുദ്ധിശക്തിയും ഉള്ളവരാണെന്നും പുരുഷന്മാരാണെങ്കിൽ കമ്പ്യൂട്ടർ, പൈലറ്റ്, ജേർണലിസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള അതീവ ശ്രദ്ധ വേണ്ടുന്ന ജോലികളിലും സ്ത്രീകൾ ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ താല്പര്യമുള്ളവരായിരിക്കുമെന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഇത്തരം വിശ്വാസങ്ങളും അവ ആചരിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ആധ്യാത്മിക സാക്ഷാത്കാരവും വളരെ വലുതാണ്. എല്ലാ ജീവജാലങ്ങളിലും നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് അത് ഭഗവാനിൽ എല്ലാ ജീവികളെയും ദർശിക്കാൻ കഴിയുന്ന അമൂല്യ നിമിഷമാണിതൊക്കെ. നാരായണ ഉപനിഷത്തിൽ പറയുന്നത് പോലെ നാരായണൻ മനുഷ്യൻ്റെയും വിശ്വത്തിൻ്റെയും അകത്തും പുറത്തും വ്യാപിച്ചു നിൽക്കുന്നു. ചുരുക്കത്തിൽ ഭാരതീയ സംസ്കാരങ്ങളിലൂടെയും വിശ്വാസ പ്രമാണങ്ങളിലൂടെയും വളർന്ന ഓരോ ഭാരതീയ പൗരനും കഠോപനിഷത്തിൽ വിവരിക്കുന്നത് പോലെ നിർമ്മലമായ ശുദ്ധജലത്തിൽ കുറേ കൂടി ശുദ്ധജലം ഒഴിച്ചാൽ രണ്ടും ചേർന്ന് ഒന്നായി തീരുന്നത് പോലെ ബ്രഹ്മൈക്യം സാക്ഷാത്കരിച്ച ജ്ഞാനിയായി മാറാൻ നാരായണൻ എല്ലാവരെയും സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.